കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം. ഇന്ത്യക്കാരൻ ഉൾപ്പെടെ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇതോടുകൂടി തന്നെ കല്ലിപ്പൂണ്ട് ഇറാന് നേരെ തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നതാണ് ഇപ്പോൾ അവിടെ കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് കുവൈറ്റ് ആകട്ടെ തിരിച്ചും പ്രതികരിക്കാൻ അവകാശം തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കുവൈറ്റിലെ നയതന്ത്ര മിഷൻ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. ഇന്നലെയാണ് പൂർണ്ണ തോതിൽ നവീകരണം പൂർത്തിയാക്കി തന്നെ അവിടെ ഒരു എയർപോർട്ട് തുറന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ വിമാന സർവീസുകൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചു. ആക്രമണത്തിൽ വിമാനത്താവള പരിസരത്തിന് പുറമെ തന്നെ കുവൈറ്റിലെ ചില നയതന്ത്ര മിഷൻ ഓഫീസുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ വിവരങ്ങൾ പുറത്തുവരികയാണ്. സുരക്ഷാ സേനയും അടിയന്തര രക്ഷാപ്രവർത്തകരും സ്ഥലത്ത് വ്യാപകമായി പരിശോധനയും സുരക്ഷാ നടപടികളും ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല പുക ഉയരുന്നതായി തന്നെ കാണുന്ന ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. സംഭവത്തിന്റെ ദൃശ്യം ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു. സംഭവത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ വശം വിമാനത്താവളത്തിന്റെ പൂർണ്ണ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം പുനരാരംഭിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നതാണ്. പുതിയ ദിവസം അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങളോടുകൂടി തന്നെ പ്രവർത്തനം ആരംഭിച്ച വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം കുവൈറ്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വലിയൊരു പരീക്ഷണമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണത്തെ തുടർന്ന് എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. യാത്രക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും വിമാന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തതായി തന്നെ അധികൃതർ അറിയിച്ചു. അതേസമയം ആക്രമണത്തിന് പിന്നാലെ തന്നെ കുവൈറ്റ് കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് രാജ്യത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന നടപടികൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നതാണ് കുവൈറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ആക്രമണത്തെ തുടർന്ന് തടസ്സപ്പെട്ട കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന ഏറ്റവും പുതിയ ആക്രമണത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള സിവിലിയൻ സുപ്രധാന കേന്ദ്രങ്ങളായിരുന്നു അവിടെ വീണ്ടും അവിടെ വലിയ രീതിയിൽ ലക്ഷ്യമാക്കപ്പെട്ടത്. അതേപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ, അതായത് ടെർമിനൽ 1 യാത്രക്കാർക്ക് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ തരണം ചെയ്യേണ്ടി വരികയും ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് തന്നെയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും എയർപോർട്ടിലെ വിമാനങ്ങൾ മാറ്റിയിടുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു. ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച കുവൈറ്റ് ആകട്ടെ ഈ ആക്രമണങ്ങളിൽ പ്രദേശത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കുന്നതിനാണ് എന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്ര ചാർട്ടറിന്റെയും സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെയും ലംഘനമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കുവൈറ്റിന്റെ സുരക്ഷയും പരമാധികാരവും പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷയും ചുമപ്പ് രേഖ ആണ് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അവിടെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശം കുവൈറ്റിനുണ്ട് എന്നും അതേസമയം ആക്രമണങ്ങൾ ഒന്നിച്ച് നേരിടാമെന്ന് UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് പോലും ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ അവിടെ നിലപാടെടുക്കണമെന്നും ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.